ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് സ്പേസ്. അങ്ങനെ 2026 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 16 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഐക്കോണിക് ആയിട്ടുള്ള മാച്ച്. 2010 വേൾഡ് കപ്പിന്റെ ഓപ്പണർ മാച്ചിന്റെ സെയിം ഫിക്സർ ആയിട്ടാണ് 2026 വേൾഡ് കപ്പ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഷബലല്ലേൻ്റെ ഒരു ഐക്കോണിക് ഗോളും ഐക്കോണിക് സെലിബ്രേഷനും അതേപോലെ തന്നെ റാഫ മാർക്കസിന്റെ ഒരു ഈക്വലൈസർ ഒക്കെ നമ്മൾ കണ്ടതാണെങ്കിൽ ഇന്നലെ നടന്നത് മെക്സിക്കോന്റെ ഒരു കംപ്ലീറ്റ് മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിലാണ് ഇന്നലെ കളി നടക്കുന്നത്. അപ്പം മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പല അടിപൊളി മൊമെന്റ്സ് തന്നൊരു സ്റ്റേഡിയമാണ് മെക്സിക്കോ സിറ്റി സ്റ്റേഡിയം. മറഡോണ 1986 വേൾഡ് കപ്പ് അടിക്കുന്നതും 1970 പെലെ വേൾഡ് കപ്പ് അടിക്കുന്നതും ഇതേ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. ഇന്നലെ കളി കണ്ടവർക്ക് അറിയാം, ഭയങ്കര ഫിസിക്കൽ ആയിട്ടുള്ള, അതേപോലെ തന്നെ സ്പീഡി ആയിട്ടുള്ള, അതേപോലെ തന്നെ ഭയങ്കര ഒരു അത്ലറ്റിക് കളിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നലെ സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സ് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ കളിയിൽ 3 റെഡ് കാർഡ് വരുന്നുണ്ട്. 2 റെഡ് കാർഡ് സൗത്ത് ആഫ്രിക്കയാണ്, അതേപോലെ തന്നെ 1 റെഡ് കാർഡ് മെക്സിക്കോന്റെ പ്ലെയറും വാങ്ങുന്നുണ്ട്. അപ്പം ഭയങ്കര ഇറർ കാണിക്കുന്ന പ്ലേയേഴ്സിനാണ് നമ്മൾ കണ്ടത് സൗത്ത് ആഫ്രിക്കൻ്റെ സൈഡിൽ നിന്ന്. അപ്പം ഗോളി നിരവധി സേവ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും 9ാം മിനിറ്റിൽ ക്യുനാനോസ് മെക്സിക്കോക്ക് വേണ്ടി സ്കോർ ചെയ്യാണ്. സൗദി പ്രോ ലീഗിൽ ഈ കൊല്ലത്തെ ടോപ്പ് സ്കോറാണ് ക്യുനാനോസ്. ഇതിനുശേഷം മെക്സിക്കോ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത് നമ്മൾ കണ്ട്. അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക മിസ്റ്റേക്ക് തുടരുന്നതും നമ്മൾ കണ്ട്. അങ്ങനെ 49ാം മിനിറ്റിൽ സൗത്ത് ആഫ്രിക്കൻ്റെ ഒരു പ്ലെയർ ലാസ്റ്റ് മാൻ ടാക്കിൾ ചെയ്തിട്ട് റെഡ് കാർഡ് വാങ്ങി പോവാണ്. അപ്പോൾ ആ ഫൗൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഗ്യൂട്ടേഴ്സ് ഭയങ്കര സെൻസിബിൾ ആയിട്ടാണ് കളിക്കുന്നത്. ഈ മാച്ചിന്റെ 66ാം മിനിറ്റിലാണ് ഈ വേൾഡ് കപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെന്റ്സ് നടക്കുന്നത്. മെക്സിക്കോന്റെ ഗിൽബർട്ടോ മോറ ഈ വേൾഡ് കപ്പ് കളിക്കുന്ന ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ ആയിട്ട് മാറാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത മിനിറ്റിൽ 67ാം മിനിറ്റിലാണ് മെക്സിക്കോ 2ാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. റോൾ ഗിമിനസ് ആണ് മെക്സിക്കോക്ക് വേണ്ടി 2ാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. ഒരു കരിയർ എൻഡിങ് സ്കൽ ഇഞ്ചറിക്ക് ശേഷമാണ് പുള്ളിക്കാരൻ ഒരു കംബാക്ക് നടത്തുന്നത്. അങ്ങനെ വേൾഡ് കപ്പിൽ തൻ്റെ ആദ്യത്തെ ഗോള് റൗൾ ഗിമിനസ് അടിക്കുകയാണ്. അതേപോലെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഫാദറിന് വേണ്ടിയിട്ട് ആ ഗോൾ ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം കളി മുമ്പോട്ട് പോകുന്നുണ്ട്. അങ്ങനെ സൗത്ത് ആഫ്രിക്കൻ 2ാമത്തെ പ്ലെയറും റെഡ് കാർഡ് കിട്ടുകയാണ്. മെക്സിക്കോ പ്ലെയറിന്റെ മുഖത്ത് അടിച്ചതിനാണ് പുള്ളിക്കാരൻ റെഡ് കാർഡ് കിട്ടുന്നത്. വെറും 20 മിനിറ്റ് മാത്രമാണ് സബ്ബായിട്ട് വന്ന പ്ലെയർ സൗത്ത് ആഫ്രിക്ക വേണ്ടി കളിക്കുന്നത്. അത് കഴിഞ്ഞ് ഇഞ്ചറി ടൈമിൽ സെന്റർ ബാക്ക് ആയിട്ടുള്ള മെക്സിക്കോന്റെ സെന്റർ ബാക്ക് ആയിട്ടുള്ള മോണ്ടസിന് റെഡ് കാർഡ് ഇട്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ മാച്ചിൽ കുറേ അധികം മൊമെന്റ്സ് നമ്മൾ കണ്ടാണ്. അത് 2010 ഇതേ ഫിക്സർ വന്ന സമയത്ത് മെക്സിക്കോക്ക് വേണ്ടി ഇക്വലൈസർ കോച്ച് റാഫ മാർക്കസ് ഇന്നലെ അസിസ്റ്റന്റ് കോച്ചായിട്ട് മെക്സിക്കോയുടെ ഡഗ്ഔട്ടിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓപ്പണർ മാച്ചിന് ഒരുപാട് ഇമ്പോർട്ടൻസ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെക്സിക്കോ ഇന്നലെ ആ കളി ഹോസ്റ്റ് ചെയ്തതോടുകൂടി 3 ഡിഫറൻറ്റ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറാൻ വേണ്ടി മെക്സിക്കോന് പറ്റുകയാണ്. അതേപോലെ തന്നെ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിന് 3 ഡിഫറൻറ്റ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന സ്റ്റേഡിയമായി മാറാനും അതേപോലെ തന്നെ 20ഓളം മത്സരങ്ങൾ ഹോസ്റ്റ് ചെയ്ത് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ മാച്ച് ഹോസ്റ്റ് ചെയ്ത സ്റ്റേഡിയം ആവാനും മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിന് പറ്റുകയാണ്. അപ്പോൾ ഇന്നലെ ഒച്ചാവോ ബെഞ്ചിലുണ്ടായിരുന്നു, കളിച്ചിട്ടില്ല. ഇനി അടുത്ത വരും മാച്ചിൽ കളിക്കുകയാണെങ്കിൽ 6 വേൾഡ് കപ്പ് കളിക്കാന്നുള്ള റെക്കോർഡ് ഒച്ചാവോക്ക് സ്വന്തമായിരിക്കും. അങ്ങനെ 16 വർഷങ്ങൾക്ക് സൗത്ത് ആഫ്രിക്ക വീണ്ടും വേൾഡ് കപ്പിൽ വന്നു. പക്ഷേ മെക്സിക്കോന്റെ ഒരു പോരാട്ടത്തിന് മുമ്പിൽ അവർ അടിയറവ് പറയേണ്ടി വരികയാണ്. അപ്പോൾ നിങ്ങൾ കളി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസും തോട്ട്സും കമന്റ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.